നമസ്കാരം, ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ കാണുക. ആ വ്യക്തിയുമായി നിങ്ങൾ അകലം പാലിക്കണമോ വേണ്ടയോ എന്നതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ആ വ്യക്തിയുടെ എനർജി നോക്കാം. ദ വേൾഡ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ആ വ്യക്തിയുടെ ചുറ്റുപാട് എന്താണെന്ന് ചോദിച്ചാൽ 2 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ 8 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കാർഡ്, ആ വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നല്ലൊരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. ആ വ്യക്തി ഒരു പൂർണ്ണ വിജയം നേടിയൊരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്നതെല്ലാം പൂർത്തിയാക്കാനും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനും സാധിച്ചിട്ടുണ്ട്. അവർ വളരെ സാറ്റിസ്ഫൈ ആയ ആൾക്കാരും പുറം ലോകവുമായി നല്ലൊരു ബന്ധം പുലർത്തുന്നവരുമായിരിക്കാം. ഇത് നല്ലൊരു കാർഡാണ്. ആ വ്യക്തി എന്ന നിലയിൽ അവർ നല്ല എനർജിയുള്ളൊരു വ്യക്തിയാണ് എന്നാണ് കാണിക്കുന്നത്. ഇനി ആ വ്യക്തിയുടെ ചുറ്റുപാട് എന്താണെന്ന് ചോദിച്ചാൽ 2 ഓഫ് സ്വാർഡ്സ് ആണ്. അതായത് ആ വ്യക്തി ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തിയുടെ ചുറ്റുപാടുകളിൽ ചിലപ്പോൾ സംഘർഷങ്ങളോ അല്ലെങ്കിൽ 2 കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യമോ ഉണ്ടായിരിക്കാം. ഇത് ഒരുതരം ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥ, ചിലപ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ മറ്റെന്തോ ആവട്ടെ, അതിന് ഒരു വ്യക്തതയില്ലാത്തൊരവസ്ഥ, ഒരു ആശയക്കുഴപ്പമുള്ളൊരവസ്ഥയാണ് കാണുന്നത്. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അവരെ ഒരു തീരുമാനമെടുക്കാൻ തടയുന്നുണ്ടാവാം. മൂന്നാമത്തെ കാർഡ്, നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം, ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ 8 ഓഫ് സ്വാർഡ്സ് ആണ്. 8 ഓഫ് സ്വാർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയമായിട്ടൊരു ഭയത്തെ നിങ്ങൾ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ സ്വന്തം ചിന്തകളാൽ ബന്ധിക്കപ്പെട്ട നിലയിലോ ആണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിയതായി തോന്നിയേക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നിങ്ങളുടെ ഭയങ്ങളും സംശയങ്ങളുമാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. ആ വ്യക്തിക്ക് വ്യക്തിപരമായി നല്ല ഊർജമുണ്ടെങ്കിലും അവരുടെ ചുറ്റുപാടുകളിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ സ്വയം ഭയത്താൽ നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയുമായി അകലം പാലിക്കുന്നതാണ് കാണുന്നത്. ആ ഭയത്തെ മാറ്റി നല്ല രീതിയിൽ പോയാൽ ആ വ്യക്തിയുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.